Hari Om and good morning. Welcome to the online class of Chinmaya Mission College. ഇന്നലെ നമ്മൾ കണ്ടത് ഡിസിഷൻ ട്രീ ആണ്. ഞാൻ അതിൽ രണ്ടെണ്ണം കാണിച്ചു. എന്താണ് ഡിസിഷൻ ട്രീ എന്നൊന്നും മനസ്സിലാക്കിയിരിക്കുന്നത് കൊള്ളാം. ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്ത് LPP, ദാറ്റ് മീൻസ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്. അതാണ് നമ്മൾ അടുത്തതായിട്ട് കാണുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്. ഇതിലും പ്രോബ്ലങ്ങൾ തന്നെയാണ് കൂടുതൽ, തിയറിയൊക്കെ വളരെ കുറച്ചാണ്. എന്തായാലും എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്നൊന്ന് അറിയണം നമ്മൾ ആദ്യം തന്നെ. എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ്? ലീനിയർ പ്രോഗ്രാമിംഗ്, ദാറ്റ് ഇസ് എ ടെക്നിക് which determines the optimal allocation of limited resources to meet the given objectives. We are having certain objectives. All the managers are having their own objectives. Management മുഴുവൻ ഇങ്ങനെ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് they are having certain objectives in their mind. That may be maximization of profit, or the minimization of cost, or the minimization of loss, or the maximization of income, whatever it may be. They will have some objectives in their mind. And to achieve these objects, ഈ ഒബ്ജക്റ്റുകൾ എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് they are having certain resources with them. അവരുടെ കയ്യിൽ കുറച്ച് റിസോഴ്സസ് ഉണ്ടായിരിക്കും. റിസോഴ്സസ് മീൻസ് men, money, material, machines, all are known as the resources with which we can produce a product. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വേണ്ട കാര്യങ്ങളാണ് men, money, material and machine. എല്ലാത്തിനും ഇതെല്ലാം വേണമെന്നല്ല, എന്നാലും ഇതാണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിസോഴ്സ്. These resources are scarce by nature. നമുക്ക് ഈ റിസോഴ്സസ് വളരെ കുറവേ ഉള്ളൂ. If they are available in plenty, there is no problem. They are scarce in nature. പ്രകൃതിയിൽ ഇവ വളരെ സ്കേഴ്സ് ആയിട്ടാണ് ഉള്ളത്. Not only that, they can be used for the production of different products. ഇത് take the case of a log. വലിയൊരു മരത്തടി കിട്ടി. We can make a chair out of it. We can make a table out of it. We can make a door out of it. We can make a window out of it. We can use them for firing, using in kitchen as fire. അടുക്കളയിൽ തീ കത്തിക്കാനായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് അങ്ങനെയാണ് ചിലർ. Someone else is using that one to construct a home. ഒരു വീട് ഉണ്ടാക്കാനാണ് വേറെ ചിലർ ഉപയോഗിക്കുന്നത്. So these resources are having alternative uses. പല യൂസുകളുണ്ട്. If they are using only for one purpose, there is no problem. Since they are having various uses and they are scarce, അവയ്ക്ക് പല ഉപയോഗങ്ങളുണ്ട്. അവ സ്കേഴ്സ് ആയതുകൊണ്ട് they should be used very carefully in an optimized, they should be allocated in an optimum manner to make the maximum profit or to minimize the cost. അതുകൊണ്ട് അവയെ എങ്ങനെ ഓപ്റ്റിമം ലെവലിൽ നമുക്ക് ഉപയോഗിക്കാം, അതാണ് അതിനുള്ള പ്രോഗ്രാമിംഗ് എഴുതുന്നതിനെയാണ്, ആ ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഗ്രാമിംഗ് ടെക്നിക് എന്ന് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അതിൽ ഏറ്റവും ആ പ്രോഗ്രാമിംഗ് ടെക്നിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ആൻഡ് യു നോ ദിസ് ലീനിയർ പ്രോഗ്രാമിംഗ് ഈസ് one that includes a set of simultaneous linear equations or inequalities which represent the restrictions related to the limited resources which express the objective function. ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇതിലൊരെണ്ണാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞല്ലോ. എന്താണ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഈ സ്കേഴ്സ് റിസോഴ്സസിനെ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, ഓപ്റ്റിമം അലോക്കേഷൻ. നമ്മുടെ മനസ്സിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആകാം, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആകാം, മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആകാം. എന്താണെങ്കിൽ ആ ഉദ്ദേശത്തിന് ഈ സ്കേഴ്സ് റിസോഴ്സസിനെ എങ്ങനെ ഓപ്റ്റിമൽ ലെവലിൽ ഉപയോഗിക്കാം, ഇതിനെയാണ് പ്രോഗ്രാമിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് സൈമിൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ. കുറച്ച് ഇക്വേഷൻസ് ആണിത്
കേട്ടല്ലോ. ആ ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ ദേ ഷോ ഇനീക്വാലിറ്റീസ്. ഇവിടെ ഈക്വൽ ടു എന്നല്ല പറയാ, ഒന്നുകിൽ ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ, അങ്ങനെയുള്ള ഇനീക്വാലിറ്റീസിനെയാണ് കാണിക്കുന്നത്. which represent the restrictions or constraints. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഞാൻ ലാബർ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിക്കുന്നു. ലാബർ ഉപയോഗിക്കുമ്പോൾ there is a restriction and labor can be used per day for 6 hours. 6 മണിക്കൂറേ ഒരാളെ ഉപയോഗിക്കാൻ പാടുള്ളൂ. 6 മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിച്ചാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഒരാളെ ഉപയോഗിക്കാവുന്ന മാക്സിമം അവർ 6 കേട്ടില്ല. അതൊരു കൺസ്ട്രെയിൻഡ് ആണ്, ഒരു ലിമിറ്റേഷൻ ആണ്. അയാളെ 10-12 മണിക്കൂർ വർക്ക് ചെയ്യിക്കാൻ കിട്ടില്ല നമുക്ക്. There is a limitations. They are known as the constraints. They are subject to constraints. ചില നിബന്ധനകൾക്ക് വിധേയമാണ് അവിടെ. ഒരു മെഷീൻ എടുക്കാം. ചില മെഷീൻ ഉണ്ടല്ലോ, they can be used only for 5 hours. 5 മണിക്കൂറിൽ കൂടുതലായിട്ട് അവ ഉപയോഗിക്കാൻ പറ്റില്ല. There are certain other machines which can be used more than 5 hours. 5 മണിക്കൂറിൽ കൂടുതലാണെങ്കിൽ അത് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ അത് നഷ്ടമാണ്. ആ മെഷീൻ ഉപയോഗിക്കുന്നത് നഷ്ടമാണ്. കേട്ടല്ലോ. നമ്മുടെ അവിടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഉണ്ട് നമ്മുടെ കോളേജിൽ. 100 എണ്ണത്തിൽ കൂടുതലാണെങ്കിൽ, 100 അതിലധികമോ എടുക്കുന്നതെങ്കിൽ ആ മെഷീനിൽ എടുക്കണം. കേട്ടല്ലോ. ആ സമയത്ത് 10 എണ്ണത്തിനാണെങ്കിൽ ആ മെഷീനിൽ എടുത്താൽ അത് നഷ്ടമാണ്. 100-100-ലധികമോ ആണെങ്കിൽ മാത്രമേ ആ മെഷീൻ ഉപയോഗിക്കാവൂ. അപ്പൊ ചിലത് ഏറ്റവും മിനിമം 100 വേണം. അല്ലെങ്കിൽ ഒരു ട്രാക്ടർ നമ്മൾ വാടകയ്ക്ക് വിളിക്കണം. ട്രാക്ടറിന് വാടകയ്ക്ക് അതിന് മണിക്കൂറിനാണ് വാടക, മണിക്കൂറിന് 250 രൂപയാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അയാൾ വിളിക്കുമ്പോൾ പറയേ മിനിമം 3 hours ഉണ്ടെങ്കിലേ ഞാൻ വരുള്ളൂ കേട്ടോ. കാരണം ഒരു ട്രാക്ടർ ഇറക്കി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇയാളോട് പൊക്കോളാൻ പറഞ്ഞാൽ അയാൾക്ക് അത് നടക്കില്ല. അപ്പൊ അയാൾ പറയും മിനിമം 3 hours ഉണ്ടെങ്കിൽ 750 രൂപ തരാന്നുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി. അപ്പൊ അവിടെ മിനിമം വന്നു. കണ്ടില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. restrictions ഉണ്ട്, limitations ഉണ്ട്. They are known as the constraints. Everything is having subject to constraints, limitations, restriction. അല്ല, അതാണ് നമ്മൾ എന്തിലൂടെ കാണിക്കുന്നത്? ഇൻഈക്വാലിറ്റിയിലൂടെ കാണിക്കുന്നത്. ചിലത് ഗ്രേറ്റർ ദാൻ ആകാം, ചിലത് ലെസ് ദാൻ ആകാം. ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ സബ്ജക്ട് ടു റിസ്ട്രിക്ഷൻ, റിസ്ട്രിക്ഷന്റെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇത് അപ്പം നമ്മൾ ഏറ്റവും മാക്സിമം, ഏറ്റവും മിനിമത്തിലായിരിക്കും ചിലപ്പോൾ വരേണ്ടത്, ചിലപ്പോൾ ഏറ്റവും മാക്സിമത്തിലായിരിക്കും. ഒരു പ്രൊഡക്ഷൻ മാനേജറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് റിസോഴ്സസുകൾ ഉണ്ട്. അയാൾക്ക് പ്ലന്റി റിസോഴ്സസ് ആർ നോട്ട് അവൈലബിൾ, റെസ്ട്രിക്റ്റഡ് റിസോഴ്സസ് ആണ്. അതെങ്ങനെ മാക്സിമത്തിൽ ഉപയോഗിക്കണം, അതാണ് അയാളുടെ ഉദ്ദേശം. അതിനാണ് അയാൾ ഈ ഇക്വേഷൻസ് എഴുതിണ്ടാക്കുന്നത്. എത്ര ഒരു കമ്പനിയിൽ 2-3 പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഓരോ പ്രോഡക്റ്റിനും ഇത്ര ലാബർ വേണം, ഇത്ര മണിക്കൂർ മെഷീൻ വേണം. അപ്പം ആദ്യത്തെ പ്രോഡക്റ്റ് എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കണം, രണ്ടാമത്തേത് എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കണം, മൂന്നാമത്തേത് എത്ര യൂണിറ്റ് അതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. അതിനാണ് നമ്മൾ വി ആർ കൺസ്ട്രക്ടിങ് ഇക്വേഷൻസ്, സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസ്, ഇൻഇക്വാലിറ്റിയുടെ ഇതിൽ നമ്മൾ എഴുതി കാണിക്കുന്നത്. ഇനി ഒരു മാനുഫാക്ചറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉദ്ദേശം എന്താ? ഹി ഹാസ് ടു ക്യാപ്ചർ ദ മാർക്കറ്റ്. He has to reduce the price. How can he reduce the price? He can reduce the price by reducing the cost. എങ്ങനെ കോസ്റ്റ് കുറയ്ക്കാം? അപ്പൊ മിനിമൈസിങ് ദ കോസ്റ്റ് ആണ് അയാളുടെ ഉദ്ദേശം. അതിന് അയാൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെയാണ് പ്രൊഡക്ഷൻ സെറ്റ് ചെയ്യേണ്ടത്, കോസ്റ്റ് മിനിമം ആകത്തക്ക രീതിയിൽ വരണമെങ്കിൽ ഏതൊക്കെ പ്രോഡക്റ്റുകൾ എത്ര വീതം ഉൽപ്പാദിപ്പിക്കും. നമ്മളിവിടെ കണ്ടുപിടിക്കണം എത്ര യൂണിറ്റ് ഓരോ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണം. X1 X2 എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെ എണ്ണത്തെയാണ്. അതാണ് X1 എന്ന് പറയുന്നത് ആദ്യത്തെ പ്രോഡക്റ്റ്, X2 എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രോഡക്റ്റ്, X3 എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രോഡക്റ്റ് ആൻഡ് സോ ഓൺ. അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി ഒരു മാർക്കറ്റിംഗ് മാനേജർ ആണെന്ന് കരുതാം. ആൻഡ് ഹിസ് മെയിൻ എയിം ഈസ് ടു മേക്ക് advertisement in media such as radio, television, newspapers and magazine. ഇതിൽ എത്ര
മിനിറ്റ് ഒന്നുമില്ല, സെക്കൻഡുകളാണ് ഇതിലൊക്കെ വരുന്നത് കേട്ടോ. ടി വിയിലൊക്കെ വരുന്നത് സെക്കൻഡുകൾ. ഓരോന്നിലേക്കും എങ്ങനെയൊക്കെ അഡ്വർടൈസ്മെന്റുകൾ കൊടുക്കേണ്ടത്, എങ്കിൽ ഏതാണ് അയാൾക്ക് ഏറ്റവും കൂടുതൽ പ്രചാരം ഉണ്ടാക്കി തരുന്നത്. ദാറ്റ് മീൻസ് ഈ അഡ്വർടൈസ്മെന്റ് ഇഫക്റ്റീവ് ആകുന്നത് റേഡിയോയിൽ മാത്രം കൊടുത്താൽ പോരാ, പത്രത്തിൽ മാത്രം കൊടുത്താൽ പോരാ, ടി വിയിൽ മാത്രം കൊടുത്താൽ പോരാ, ന്യൂസ് പേപ്പേഴ്സിലും അതുപോലെ തന്നെ മാഗസീനുകളിൽ മാത്രം കൊടുത്താൽ പോരാ. അത് ഇഫക്റ്റീവ് ആകണമെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അതാണ് മാർക്കറ്റിംഗ് മാനേജറുടെ ലക്ഷ്യം. ഇങ്ങനെ ഇവരെല്ലാവരും ഉപയോഗിക്കുന്നത് ഈ ലീനിയർ പ്രോഗ്രാമിംഗ് തന്നെയാണ് ഇതുകൊണ്ട് ഉപയോഗിക്കുന്നത്. ഇനി ഒരു ട്രാവലിംഗ് സെയിൽസ്മാൻ ആണെന്ന് കരുതാം. അയാൾ ട്രാവൽ ചെയ്യാൻ അയാൾ ഇവിടുന്ന് പുറപ്പെടുന്നു, എന്നിട്ട് അയാൾക്ക് ചില ലക്ഷ്യസ്ഥാനങ്ങളുണ്ട്, അവിടെയൊക്കെ പോയിട്ട് വരാം. എങ്ങനെ ഈ ഷോർട്ടസ്റ്റ് റൂട്ട് എങ്ങനെയാണ് അയാൾ തിരിച്ചിങ്ങനെ ഈ സ്പോട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുന്നത്, ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട് എങ്ങനെയാണ്, അവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. യെസ്, ഇനി നമ്മൾ ഇനി മെല്ലെ പ്രോബ്ലത്തിലേക്ക് കടക്കാണ്. പ്രോബ്ലത്തിലേക്കല്ല, അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിയണം, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ടു ബി റിമെമ്പേർഡ്, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക തന്നെ വേണം. ഒന്ന്, പ്രോഫിറ്റ് ഓർ ഇൻകം. ദാറ്റ് മീൻസ് വെദർ ഇറ്റ് ഈസ് ദാറ്റ് പ്രോബ്ലം ഈസ് റിലേറ്റഡ് വിത്ത് ഓർ കൺസേൺഡ് വിത്ത് മാക്സിമൈസേഷൻ ഓർ മിനിമൈസേഷൻ. അതാദ്യം നിങ്ങൾ കണ്ടുപിടിക്കണം, അറിയണം. നിങ്ങൾക്ക് പ്രോഫിറ്റ് ഓർ ഇൻകം ആണെങ്കിൽ that is the case of maximization. അവിടെ അത് മാക്സിമൈസേഷൻ ആണ്. പ്രോഫിറ്റ്, ഇൻകം ഇതൊക്കെ മാക്സിമൈസേഷനെയാണ്. ആ സമയത്ത് കോസ്റ്റ്, ലോസ്, നഷ്ടം എന്തായാലും സംഭവിക്കും, എന്തായാലും മഴ പെയ്ത് നഷ്ടം സംഭവിക്കും. അതെങ്ങനെ ആ ലോസിനെ മിനിമൈസ് ചെയ്യാം, ഏറ്റവും കുറഞ്ഞ ലോസിലേക്ക് നമുക്ക് എങ്ങനെ എത്തിക്കാം, ലോസ് എങ്ങനെ കുറയ്ക്കാൻ ശ്രമിക്കാം, അവിടെ എന്താ വരുന്നത്, മിനിമൈസേഷൻ ആണ്. അപ്പൊ ആദ്യം നിശ്ചയിക്കുക, അത് മാക്സിമൈസേഷൻ പ്രോബ്ലം ആണോ അതോ മിനിമൈസേഷൻ പ്രോബ്ലം ആണോ. പ്രോഫിറ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് മാക്സിമൈസേഷൻ, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് കോസ്റ്റ് ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് മിനിമൈസേഷൻ. അത് രണ്ടും ആദ്യമേ നിശ്ചയിച്ചു. അടുത്തത് ഞാനിവിടെ ആ സിമ്പിൾ കാണിച്ചിട്ടുണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ആദ്യത്തേത് എഴുതിയിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്. എക്സാമ്പിൾ, അറ്റ്ലീസ്റ്റ് 5 hours ഷുഡ് ബി യൂസ്ഡ്. ഏറ്റവും കുറഞ്ഞാൽ 5 മണിക്കൂറെങ്കിലും ആ മെഷീൻ ഉപയോഗിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. കേട്ടല്ലോ, 5-ൽ കൂടാം, കുറയാൻ പാടില്ല. ഗ്രേറ്റർ ദാൻ 5 hours ആണ് അത് ഉപയോഗിക്കേണ്ടത്, നോട്ട് ലെസ് ദാൻ 5 hours പറ്റില്ല. ഏറ്റവും കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 5 എന്നാണ് നമ്മൾ അവിടെ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഗ്രേറ്റർ ദാൻ കഴിഞ്ഞു. ലെസ് ദാൻ എന്ന എക്സാമ്പിൾ എന്താ, നോട്ട് മോർ ദാൻ 5 hours. 5 മണിക്കൂറിൽ കൂടാൻ പാടില്ല. 5 മണിക്കൂറിൽ കൂടിയ മെഷീൻ അപ്പോൾ സ്ട്രക്ക് ആവും, അല്ലെങ്കിൽ ചൂടാവും, അല്ലെങ്കിൽ അത് ഓഫ് ആവും. അപ്പൊ 5 മണിക്കൂറിൽ കൂടാൻ പാടില്ല. ലാബറുടെ കേസ് എടുക്കുകയാണെങ്കിൽ 6 മണിക്കൂറിൽ കൂടാൻ പാടില്ല. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ എന്താ, ലെസ് ദാൻ. അത് ഈ സിമ്പിൾ ആണ്. ഇത് ഗ്രേറ്റർ ദാൻ ആൻഡ് ദിസ് വൺ ഈസ് ലെസ് ദാൻ. ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്, എന്താ എങ്ങനെയാ എഴുതാന്നുള്ളത്. ലെസ് ദാൻ എങ്ങനെ, ഗ്രേറ്റർ ദാൻ എങ്ങനെയെന്ന്. ലെസ് ദാൻ എന്നുള്ളതിന്റെ തുടക്കം എന്താ, LESS, ലെസ്. ഇതാണ് ഈ L എന്ന് പറയുന്നത്, ഇതാണ് കണ്ടല്ലോ. L എന്ന് എഴുതിയിട്ടുള്ളത് ലെസ് ദാൻ ആണ്, മറ്റത് ഗ്രേറ്റർ ദാൻ ആണ്. Lന്റെ രൂപത്തിൽ എഴുതുന്നത് എന്താണ്, ലെസ് ദാൻ, ഇത് ഗ്രേറ്റർ ദാൻ. ഇത് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 മണിക്കൂറോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉപയോഗിക്കണം. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 hours, 5 മണിക്കൂറോ അതിന് താഴെയോ ആയിരിക്കണം. ഇതാണ് ഇനീക്വാലിറ്റി കാണിക്കുന്നത്. നോട്ട് ഈക്വൽ ടു അല്ല, ദിസ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ദിസ് വൺ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇത് രണ്ടും നിങ്ങൾക്ക് അറിയണം. ലെസ് ദാന് L രൂപത്തിൽ എഴുതുന്നതാണ് ലെസ് ദാൻ. ഓക്കെ, അതൊരു ടിപ്പായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്തത് നമ്മൾ ഇനി ഇത് എഴുതാൻ പോവാണ്. സ്ട്രക്ചർ ഓഫ് ഇക്വേഷൻ. നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കാണ്. ആദ്യം എഴുതുന്നത് മാക്സിമൈസേഷൻ അഥവാ മാക്സിമൈസ് ഓർ മിനിമൈസ് എന്താണെങ്കിൽ എഴുതും. മാക്സിമൈസ് ആണെങ്കിൽ മാക്സിമൈസ് ഈസ് ഈക്വൽ ടു സെഡ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട്, ഇത് പ്രോഫിറ്റ് ആണ് കേട്ടോ. ഓരോന്നിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് ആണ് C1, C2, CN എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം 5 രൂപയാണ് ആദ്യത്തേതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്, 5x1 പ്ലസ് രണ്ടാമത്തേതിൽ നിന്ന് 3 രൂപയാണ് പ്രോഫിറ്റ്, 3x2 എന്ന് എഴുതുന്നു.
5x1 plus 3x2. x1 and x2, they are variables. That value that which we have to calculate, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എത്ര യൂണിറ്റ്, ആദ്യത്തെ പ്രോഡക്റ്റ് എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കണം, രണ്ടാമത്തെ യൂണിറ്റ് എത്ര യൂണിറ്റ്, രണ്ടാമത്തെ പ്രോഡക്റ്റ് എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കണം, x1 x2 ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ദേ ആർ നോൺ ആസ് ദ വേരിയബിൾ. അപ്പൊ ആദ്യത്തെ സെറ്റിന് മാക്സിമം ആണെങ്കിൽ പ്രോഫിറ്റ് നമുക്ക് തന്നിരിക്കും, രണ്ട് പ്രോഫിറ്റ് 2x1 plus 5x2. അല്ലെങ്കിൽ മിനിമൈസ് ആണെങ്കിൽ അതും നമുക്ക് തന്നിരിക്കും. മിനിമൈസ് ആണെങ്കിൽ മിനിമൈസ് സെറ്റ് ഈസ് ഈക്വൽ ടു 2x1 plus 4x2. എന്താണെങ്കിൽ അത് എഴുതിയിടാം കേട്ടോ. അത് പ്രോബ്ലം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ്, ഓരോന്നും ഉപയോഗിക്കുന്ന മണിക്കൂറുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ 3 മണിക്കൂർ, രണ്ടാമത്തെ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ 5 മണിക്കൂർ. ആ മെഷീൻ ഉപയോഗിക്കാവുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അത് നമുക്ക് തന്നിരിക്കും, ഒരു പർട്ടിക്കുലർ വാല്യൂ തന്നിരിക്കും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു B1 കേട്ടല്ലോ, നമുക്ക് തന്നിരിക്കും. രണ്ടാമതും ഒരു മെഷീനും കൂടി ഉണ്ടെന്ന് കരുതാം. രണ്ടാമത്തെ മെഷീനിൽ ആദ്യത്തെ പ്രോഡക്റ്റ് എത്ര മണിക്കൂർ വർക്ക് ചെയ്തു, രണ്ടാമത്തെ പ്രോഡക്റ്റ് എത്ര മണിക്കൂർ വർക്ക് ചെയ്തു. അങ്ങനെ അത് ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാനോ അത് ഞാൻ പറഞ്ഞു, നമ്മളത് പ്രോബ്ലം ചെയ്യുമ്പോൾ കാണും. അതായത് ഇപ്പൊ കൺസ്ട്രെയിൻസ്, ലിമിറ്റേഷൻസ് കേട്ടല്ലോ. ഇതിനെ സപ്പോർട്ടീവ് ആയിട്ടുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഇതിന്റെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനെ പറയുന്നത് നോൺ നെഗറ്റിവിറ്റി എന്നാ പറയുന്നത് കേട്ടല്ലോ. നോൺ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോഴേ അതായത് നമ്മൾ ഈ x1ഉം x2ഉം എപ്പോഴും എന്തായിരിക്കണം, ഈ നോൺ നെഗറ്റീവ് കണ്ടീഷനിൽ നമ്മൾ പറയുന്നത് x1ഉം x2ഉം നമ്പറുകളാണ്. ദേ ഷുഡ് നെയ്തർ ബി നെഗറ്റീവ് നോർ ബി ലെസ് ദാൻ 0. അത് നെഗറ്റീവ് ആകരുത്, 0യേക്കാൾ താഴെയും പോകരുത്. 0 ആകാം, ഒരു യൂണിറ്റ് 0 ഔട്ട്പുട്ടാണ് ഉണ്ടാക്കിയത്, അതാകാം. ആ മെഷീൻ ഉപയോഗിച്ച് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചില്ല എന്ന് പറയാം നമുക്ക്. ഈ പ്രോഡക്റ്റ് 7 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു, ഈ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചില്ല, മൂന്നാമത്തേത് 8 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു, അതൊക്കെ 0യേക്കാൾ വലുതായിരിക്കണം. 0 ആകാം, 0യേക്കാൾ വലുതായിരിക്കും. ഇതാണ് മൂന്നാമത്തേത്, നോൺ നെഗറ്റിവിറ്റി ഫംഗ്ഷൻ എന്ന് പറയും. ആദ്യത്തേത് മിനിമം മാക്സിമം, നമ്മളിതിനെ തുടങ്ങുന്നത് തന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന പേരും കൊടുത്തിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം മാക്സിമൈസ് ആണെങ്കിൽ മാക്സിമൈസ് സെറ്റ് ഈസ് ഈക്വൽ ടു 2x1 plus 3x2 അത് എഴുതി. ഇനി സബ്ജക്റ്റീവ് കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണെങ്കിൽ അത് എഴുതി. ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്ന് എഴുതി. രണ്ടാമത്തേത് കഴിഞ്ഞു. മൂന്നാമത്തെ എഴുതി ഈ x1 x2 അങ്ങനെ എന്തൊക്കെയുണ്ടോ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 നോട്ട് ലെസ് ദാൻ 0. നോൺ നെഗറ്റിവിറ്റി ഫംഗ്ഷൻ ഒരിക്കലും നെഗറ്റീവ് ആകുന്നില്ല, അത് 0 ആകാം, 0ന്റെ മുകളിലായിരിക്കണം ഈ x1 x2. ഓക്കെ, ഇനി നമ്മളൊരു പ്രോബ്ലം കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. എത്ര നേരത്തെ കിട്ടാവുന്ന ഒരു പ്രോബ്ലം തന്നെ നമുക്ക് ആദ്യം ചെയ്തിട്ട് തുടങ്ങാം. നോക്കൂ, ആദ്യത്തെ ഒരു പ്രോബ്ലം ശ്രദ്ധിക്കും. A manufacturer of furniture makes 2 products, chair and tables. ഒരു ഫർണിച്ചർ കടക്കാരൻ 2 സാധനങ്ങളാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്, ഒന്ന് ചെയറും മറ്റൊന്ന് ടേബിളും. എന്തൊക്കെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു, ഒന്ന് ചെയറും മറ്റൊന്ന് ടേബിളും. The process of these product is done on 2 machines A and B. 2 മെഷീൻ ഉണ്ട്, ഒന്ന് A ഒന്ന് B. ഈ ഫർണിച്ചർ കടകളിൽ അല്ലെങ്കിൽ ഈ ഇത്തരം വുഡ് വർക്ക് നടക്കുന്നിടത്ത് പലതരത്തിലുള്ള മെഷീനുകളുണ്ട്. അതിനെ എന്താണ് മോടി പിടിപ്പിക്കാനൊരു മെഷീൻ, അതുപോലെ അതിൻ്റെ കാലുകൾ ഉണ്ടാക്കാൻ ഒരു മെഷീൻ, അതിൻ്റെ സീറ്റ് ഉണ്ടാക്കാൻ ഒരു മെഷീൻ, സീറ്റുമ്മ അതിൻ്റെ മുകളിൽ സീറ്റുമ്മ എന്താണ് ചകിരി വെച്ച് അടിച്ച് അതിൻ്റെ മുകളിൽ കുഷ്യനൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടില്ലേ, അതൊക്കെ ഉണ്ടാക്കാൻ ഒരു മെഷീൻ. അങ്ങനെ പല മെഷീനുകളിലൂടെയും കടന്നു പോകുന്നുണ്ട്. ഇവിടെ 2 മെഷീനാണ്. അത് ഈ 2 മെഷീനും ഈ 2 പ്രോഡക്റ്റും ചെയറായാലും ടേബിളായാലും ഈ മെഷീൻ വേണം. എന്നിട്ട് പറയാണ് എ ചെയർ റിക്വയർസ് 2 hours ഓൺ മെഷീൻ എ ആൻഡ് 6 hours ഓൺ മെഷീൻ ബി. ചെയറിന് ആദ്യത്തെ പ്രോസസ്സ് മെഷീനിൽ 2 hour വേണം. ഒരു പക്ഷെ അതിൻ്റെ കാല് കടഞ്ഞെടുക്കാനായിരിക്കും. കാലുകൾ കണ്ടിട്ടില്ലേ,
ചെയറുകളുടെ കാലുകൾ പലതരത്തിലുള്ള ഡിസൈനുകളിൽ അത് കടഞ്ഞെടുക്കാനായിട്ടായിരിക്കും പണ്ട് കാർപ്പൻറ്റേഴ്സ് ഇരുന്ന് കൊത്തിണ്ടാക്കിയിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ആ മെഷീനിലേക്ക് മരം അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേക രൂപത്തിൽ അതിൻ്റെ കാലുകളൊക്കെ വരണതാണ്. അതാണ് മെഷീൻ എ. അതിൽ 2 അവർ വേണം. അത് കഴിഞ്ഞാൽ മെഷീൻ ബിയിൽ അതിൻ്റെ മിനുക്ക് പണികൾ, അതിൻ്റെ കുഷ്യൻ അടിക്കലും, അത് മോഡിഫിക്കേഷൻ വരുത്തൽ, അതൊക്കെ ആയിരിക്കാം. കുഷ്യനുകളൊക്കെ അടിക്കാൻ കണ്ടിട്ടില്ലേ? കുഷ്യൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്പോഞ്ചൊക്കെ വെച്ച് അടിച്ച് അതിൻ്റെ മുകളിൽ തുണിയൊക്കെ ഇട്ടിട്ട് കസാരകൾ ഭംഗി കൂട്ടി പിടിപ്പിക്കുന്നു. അതായിരിക്കാം രണ്ടാമത്തെ മെഷീനിൽ. അതിന് 6 അവർ വേണം. അപ്പം ആദ്യത്തെ മെഷീന് 2 അവറും രണ്ടാമത്തെ മെഷീനിൽ 6 അവറും വേണം. ഏതിന്? ചെയറിന്. ടേബിളിന്റെ കേസ് എന്താ പറയുന്നത്? എ ടേബിൾ റിക്വയർസ് 5 hours ഓൺ മെഷീൻ എ. മെഷീൻ എയിൽ കാലുകടച്ചിൽ മാത്രം മതി. ആ പലകകളും കാലുകടയിലും മാത്രം മതി. അത് മെഷീൻ എയിൽ നടക്കും. കേട്ടല്ലോ. ആൻഡ് നോ ടൈം ഓൺ മെഷീൻ ബി. മെഷീൻ ബിക്ക് ഒരു ആവശ്യമില്ല. കാരണം ടേബിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുകളിൽ കുഷ്യൻ വെച്ചടിക്കുകയും അതിൻ്റെ മുകളിൽ സ്പോഞ്ച് പിടിപ്പിക്കുകയോ അതിൻ്റെ മുകളിൽ തുണി വെച്ച് തയ്ക്കുകയോ ഒന്നും വേണ്ട. അതുകൊണ്ട് മെഷീൻ ബി അത് ഉപയോഗിക്കുന്നേ ഇല്ല. ആ സമയത്ത് മെഷീൻ എ എത്ര സമയം ഉപയോഗിക്കുന്നുണ്ട്? 5 hours ഓൺ മെഷീൻ എ. പക്ഷേ മെഷീൻ ബിക്ക് 1 അവറും അതിന് വേണ്ട. ഓക്കെ. ഇനി അടുത്തത് പറയുന്നത്, ഇനി പറയാൻ പോണതേ, there are 16 hours of time per day available on machine A. ഈ മെഷീൻ എക്ക് ചില നിബന്ധനകളുണ്ട്, ചില കൺസ്ട്രെയിൻസ് ഉണ്ട്, ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ചില ലിമിറ്റേഷൻ ഉണ്ട്. മെഷീൻ എക്ക് 16 മണിക്കൂർ അതുമ്പോൾ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. 16 മണിക്കൂറിൽ കൂടുതൽ പറ്റില്ല. ലെസ് ദാൻ. കണ്ടില്ലേ? 16 മണിക്കൂറിൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഉടനെ തന്നെ നമുക്ക് മനസ്സിലായി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 മണിക്കൂറോ അതിൻ്റെ താഴെയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൻ്റെ അപ്പുറം പറ്റില്ല. മെഷീൻ ബിക്ക് എന്താ പറയുന്നത്? മെഷീൻ ബിക്ക് 30 hours ഓൺ മെഷീൻ ബി. മെഷീൻ ബിക്ക് 30 മണിക്കൂർ വരെ ഉപയോഗിക്കാം. 30 മണിക്കൂറും അതിൻ്റെ താഴെയും. ലെസ് ദാൻ 13 hours പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പറ്റില്ല. അതാണ് റെസ്ട്രിക്ഷൻസ്, അതാണ് കൺസ്ട്രെയിൻസ്, അതാണ് ലിമിറ്റേഷൻസ്. ഇനി പ്രോഫിറ്റ് ഗെയിൻഡ് ബൈ ദ മാനുഫാക്ചറർ ഫ്രം എ ചെയർ ഈസ് ₹1. ഒരു ചെയർ ഉണ്ടാക്കി കൊടുത്താൽ അയാൾക്ക് അതിലുള്ള ലാഭം എത്രയാണ്? 1 രൂപയാണ്. ആൻഡ് ഫ്രം എ ടേബിൾ ₹5. 5 രൂപയാണ് ടേബിളിൽ കിട്ടുന്ന ലാഭം റെസ്പെക്റ്റീവ്ലി. ഫോർ ഇനിത്തെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി പ്രോഫിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. കണ്ടല്ലോ. ഇനിയിപ്പോൾ ഈ ലാസ്റ്റ് ലൈൻ വായിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ഞാൻ വായിക്കാണ്. ഫോർമുലേറ്റ് ദ പ്രോബ്ലം ഇൻ ടു LPP in order to maximize the profit. ഇവിടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണെന്നുള്ളത് എടുത്തു പറയുന്നുണ്ട്. കേട്ടല്ലോ. എന്നാൽ അത് തന്നിട്ടില്ലെങ്കിലും നമുക്കറിയാം അത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. 2 പ്രോഡക്റ്റ് ഉണ്ട്, ചെയർ ഉണ്ട്, ടേബിൾ ഉണ്ട്. 2 മെഷീനിലൂടെ ഇത് കടന്നു പോരണം. മെഷീൻ എയും ബിയും ചെയറിന് വേണം. ചെയർ ഉണ്ടാക്കണമെങ്കിൽ 2 അവർ മെഷീൻ എക്ക് വേണം. 6 hours മെഷീൻ ബിക്ക് വേണം. അതേ സമയത്ത് ടേബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ 5 hours മെഷീൻ എയിൽ വേണം. മെഷീൻ ബി അത് ഉപയോഗിക്കുന്നേ ഇല്ല. കേട്ടല്ലോ. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ മെഷീൻ, ദാറ്റ് മീൻസ് മെഷീൻ എ 16 അവറെ ഉപയോഗിക്കാവൂ. മെഷീൻ ബി 30 അവറെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ദ പ്രോഫിറ്റ് ഗെയിൻഡ് ബൈ മെഷീൻ ചെയറിന് നമുക്ക് 1 രൂപ ലാഭം കിട്ടുമ്പോൾ ടേബിളിൽ നിന്ന് നമുക്ക് 5 രൂപ കിട്ടുന്നു. LPP ഉണ്ടാക്കാൻ പറഞ്ഞാലേ എത്ര ചെയർ ഉൽപ്പാദിപ്പിക്കണം, എത്ര ടേബിൾ ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ, എന്തിന്? മാക്സിമം പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ. നിങ്ങൾ അതിൻ്റെ X1 X2 ഒന്നും നിങ്ങൾക്ക് കാണണമെന്നില്ല, അത് നിങ്ങളുടെ സിലബസിൽ പെടുന്നില്ല. നിങ്ങൾ ആ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. ഞാൻ നിങ്ങളുടെ സിലബസ് നോക്കിയപ്പോൾ ഇതിൽ X1 X2 കണ്ടുപിടിക്കലാണ് വേണ്ടത്. പക്ഷെ അത് ആവശ്യപ്പെടുന്നില്ല. യു ജസ്റ്റ് ഹാവ് ടു പ്രിപ്പയർ LPP. അതായത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ആ ഇക്വേഷൻസ് മാത്രം എഴുതിയിടാം. ഇക്വേഷൻ, ആദ്യത്തെ ഇക്വേഷൻ മാക്സിമൈസ് അല്ലെങ്കിൽ മിനിമൈസ് എന്താണെങ്കിൽ എഴുതിയിടാം. പിന്നെ 2 കൺസ്ട്രെയിൻസ് അതുണ്ടെങ്കിൽ അത് എഴുതിയിടാം. മൂന്നാമത്തേത് നോൺ നെഗറ്റിവിറ്റി, ആ മൂന്നാമത്തേത് എഴുതിയിടാം. ആ 3 എണ്ണം മാത്രം നിങ്ങൾ കാണിക്കേണ്ട കാര്യമുള്ളൂ. അതിൻ്റെ വാല്യൂ ഒന്നും കാണേണ്ട കാര്യമില്ല. ഓക്കെ. ഇത് ചെയ്യാൻ പലരും പലതരത്തിൽ ചെയ്യാറുണ്ട്. നമ്മളിവിടെ സാധാരണ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അതിനൊരു ടേബിൾ വരച്ചിട്ടാണ്. ടേബിൾ വരയ്ക്കാൻ സമയം പോവും, പക്ഷേ കാരണം പ്രോബ്ലം തെറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഇങ്ങനെ ഒരു ടേബിൾ വരയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക.
ഇതാണ് ഏറ്റവും നല്ല വഴി. എന്നിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന ചെയർ, ഇവിടെ കാണിച്ചിരിക്കുന്ന ടേബിൾ. ചെയറിന് നമ്മൾ x1 എത്ര എണ്ണം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ചെയർ x1. എത്ര ടേബിള്? x2. അതിൻ്റെ എണ്ണാണ് ഈ കാണിച്ചിരിക്കുന്നത്. താഴെ നമ്മൾ മെഷീൻ എ, മെഷീൻ ബി. ഇവിടെ എവിടെ എന്ത് ചെയറും ടേബിൾ ഇവിടെ എഴുതി കൂടി എന്ന് ചോദിച്ചാൽ അല്ല, അത് മുകളിൽ തന്നെ കാണിക്കണം. നമുക്ക് എന്തിൻ്റെ പ്രോഫിറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? മെഷീൻ എയുടെ പ്രോഫിറ്റും മെഷീൻ ബിയുടെ പ്രോഫിറ്റ് അല്ലേ? അതിൻ്റെ പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത്? അല്ല. ചെയറിൻ്റെ പ്രോഫിറ്റ് 1 രൂപ, ടേബിളിൻ്റെ പ്രോഫിറ്റ് 5 രൂപ, അതാണ് തന്നിരിക്കുന്നത്. എന്തിൻ്റെയാണോ പ്രോഫിറ്റ് തന്നിരിക്കുന്നത് അത് മുകളിൽ കാണിക്കാം. അത് ആ പ്രോഡക്റ്റ് ചെയർ, ടേബിൾ, അത് മുകളിൽ കാണിക്കാം. താഴേക്ക് മെഷീൻ ആയിരിക്കും അല്ലെങ്കിൽ എന്താണ് എങ്കിൽ മറ്റത് താഴേക്ക് കാണിക്കും. എപ്പോഴും മുകളിൽ കാണിക്കേണ്ടത് എന്തിൻ്റെയാണോ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അത് മുകളിൽ കാണിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചെയർ x1, ടേബിൾ x2, ഇതിൻ്റെ എണ്ണ x1, ഇതിൻ്റെ എണ്ണ x2. 2 മെഷീൻ ഉണ്ട്, മെഷീൻ എ, മെഷീൻ ബി. എന്നിട്ട് ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്രോഡക്റ്റ്, ഇങ്ങനെ മെഷീൻസ്, ഒരു 2 പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വരയ്ക്കാൻ വളരെ എളുപ്പത്തിൽ പറ്റും. എന്നിട്ട് ഞാൻ ഇതിലേക്ക് നോക്കുകയാണ് നമ്മുടെ പ്രോബ്ലത്തിലേക്ക്. എന്താണ്? 2 എണ്ണം ഉണ്ട്. 2 ചെയറിനും ടേബിളിനും 2 മെഷീനുകളാണുള്ളത്. A chair requires 2 hours on machine A. ചെയറിൻ്റെ താഴെ മെഷീൻ എയുടെ നേരെ എത്ര മണിക്കൂർ വേണമെന്ന് പറഞ്ഞ്? 2. ഇത് കാണാനുണ്ട്, നിങ്ങൾക്ക് ഞാൻ ഈ പെൻസിൽ കൊണ്ട് എഴുതുമ്പോൾ കാണാനുണ്ട്. വേണ്ട, പെൻസിൽ വേണ്ട, വേറെ തന്നെ മതി. എന്താ പറഞ്ഞത്? 2 ചെയറിന് മെഷീൻ എ ഉപയോഗിക്കുന്നത് 2 മണിക്കൂറും 2 മണിക്കൂറും മെഷീൻ ബി ഉപയോഗിക്കുന്നത് 6 മണിക്കൂറുമാണ്. ഓക്കെ. ടേബിളിന് ഇതുപോലെ ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടേബിള് ആദ്യത്തെ മെഷീൻ ഉപയോഗിക്കുന്നത് 5 മണിക്കൂറാണ്, രണ്ടാമത്തെ മെഷീൻ ഉപയോഗിക്കുന്നേ ഇല്ല. അതും പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? There are 16 hours per day available for machine. ഇത് 16 മണിക്കൂർ വരെ, 16 മണിക്കൂറോ അതിൻ്റെ താഴെയോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, കേട്ടല്ലോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 hours. 16 മണിക്കൂറിൻ്റെ അപ്പുറത്തേക്ക് അത് പോവാൻ പാടില്ല. 16 മണിക്കൂറിൻ്റെ താഴെ മാത്രം. ലെസ് ദാൻ എൽ രൂപത്തിൽ എഴുതി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16 മണിക്കൂറിനപ്പുറത്ത് പോകാൻ പാടില്ല. മെഷീൻ ബിയുടെ കേസിൽ പറഞ്ഞിട്ടുണ്ട് 30 മണിക്കൂറിൽ കൂടുതൽ പോകാൻ പാടില്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30. ഞാൻ ഇവിടെ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കണ്ടുപിടിച്ചത് മനസ്സിലായില്ലേ? 16 മണിക്കൂർ വരെയേ പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പം ലെസ് ദാൻ 16 പറ്റുള്ളൂ. 30 മണിക്കൂറിൻ്റെ അപ്പുറത്തേക്ക് പോകാം, ലെസ് ദാൻ എഴുതി. അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് ആണ്. മെഷീൻ എയിൽ 1 രൂപയും കിട്ടും, അല്ല ചെയറിൽ 1 രൂപ പ്രോഫിറ്റും കിട്ടി, ടേബിളിൽ 5 രൂപ പ്രോഫിറ്റും കിട്ടി. ഇത്രയും എഴുതി കഴിഞ്ഞാൽ എഴുതാൻ ആ ചട്ടക്കൂട് ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ എളുപ്പമാണ്. ചെയർ 2 മെഷീനിലൂടെയും കടന്നു പോകുന്നുണ്ട്. മെഷീൻ എക്ക് 2 അവർ, മെഷീൻ ബിക്ക് 6 അവർ. ടേബിള് ആകെ 1 മെഷീൻ ഉപയോഗിക്കുന്നു, രണ്ടാമത്തെ മെഷീൻ ഉപയോഗിക്കുന്നേ ഇല്ല. ചെയറിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് 1 രൂപ, ടേബിളിൽ നിന്ന് കിട്ടുന്നത് 5 രൂപ. മെഷീൻ എ 16 മണിക്കൂർ വരെ ഉപയോഗിക്കാവൂ, മെഷീൻ ബി 30 മണിക്കൂർ വരെ ഉപയോഗിക്കാവൂ. ലെസ് ദാനാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളിനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. ഉടനെ തന്നെ നമ്മൾ എഴുതി ഒബ്ജക്റ്റീവ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടേബിൾ വേണമെന്നൊന്നുമില്ല കേട്ടോ. ടേബിൾ ഇല്ലാതെയും ഇഷ്ടംപോലെ കുട്ടികളും ടീച്ചേഴ്സും ഞാനിത് ചെയ്യണം കണ്ടിട്ടുണ്ട്. പക്ഷേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ്. അതുകൊണ്ടാണ് നമ്മളിവിടെ മാക്സിമൈസേഷനാണ് ഉടനെ എഴുതി. മാക്സിമൈസ് എന്നാണ് ഇവിടെ നമ്മൾ എഴുതാം, മിനിമൈസ് അല്ല, മാക്സിമൈസ്. സെറ്റ് ഈസ് ഈക്വൽ ടു, എന്നിട്ട് ഇത് പ്രോഫിറ്റോ ലോസോ അതാണ് ഇവിടെ കാണിക്കേണ്ടത്, കേട്ടല്ലോ. പ്രോഫിറ്റ് 1 രൂപ, ചെയറിൻ്റെ എണ്ണം എത്രയാണ്? x1 ആണ്. 1x1 ആണ്. 1x1 എന്ന് നമ്മൾ എഴുതാറുണ്ടാ? വെറും x1 എഴുതിയാൽ മതി. അതിന് പകരം ഇവിടെ ഒരു 1 ഉണ്ട് കേട്ടാ. പ്ലസ് ടേബിളിൽ നിന്ന് എത്ര ലാഭം? 5x2. 10 ചെയർ ഉണ്ടാക്കണമെങ്കിൽ 50 രൂപയിൽ കിട്ടി. ഇനി 30 കസേര ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1 രൂപ വെച്ചിട്ട് 30 രൂപയും. ഇതുമ്മ 50 രൂപയും കിട്ടി, ഇതുമ്മ 30 റുപ്യയും കിട്ടി. 50, 30, 80. അത് എത്ര? x1 എത്ര വേണം, x2 എത്ര വേണം, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
അതിനാദ്യം എഴുതുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. മാക്സിമൈസ് സെറ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റിന്റെ വെറുതെ ഇങ്ങോട്ട് എഴുതാം. ഇവിടുത്തെ നമ്പറും x1, ഇവിടുത്തെ നമ്പറും x2. മാക്സിമൈസിന്റെ കഴിഞ്ഞു. അടുത്തത് സബ്ജക്ട് ടു കൺസ്ട്രെയിൻസ്. സബ്ജക്ട് ടു എന്തൊക്കെയാണ് കൺസ്ട്രെയിൻസ് നോക്കാം. ആദ്യത്തെ മെഷീൻ 2 മണിക്കൂർ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്, 5 മണിക്കൂർ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യത്തെ മെഷീൻ 2 മണിക്കൂർ ചെയറിന് പ്ലസ് രണ്ടാമത്തെ ടേബിളിന് 5 മണിക്കൂറും 5x2. ഇവിടെ ഇതെന്താണോ അത് ഇങ്ങോട്ട് എഴുതിയിട്ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. രണ്ടാമത്തെ ഇതിൻ്റെ ഇതാണ്. ആദ്യത്തെ മെഷീൻ എത്ര? 6 മണിക്കൂർ 6x1 പ്ലസ് ഇത് രണ്ടാമത്തെ മെഷീൻ ടേബിള് രണ്ടാമത്തെ മെഷീൻ ഉപയോഗിക്കുന്നുണ്ടാ? അവിടെ ഒന്നുമില്ല, അവിടെ എഴുതേണ്ട കാര്യമില്ല, 0 ആണത്, അത് എഴുതേണ്ട കാര്യമില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30. സബ്ജക്ട് ടു കൺസ്ട്രെയിൻസ് കഴിഞ്ഞു. ഇതിൽ നോക്കുക, ഇവിടെ x1 പ്ലസ് ഇവിടെ x2 ഇത് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ഇവിടെ x1 പ്ലസ് ഇവിടുത്തെ ഉണ്ടെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ അത് കളയാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30. അതും കഴിഞ്ഞു. അപ്പം ഒന്നാമത്തേത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഒന്നാമത്തേത് മാക്സിമൈസേഷൻ ആണോ മിനിമൈസേഷൻ ആണോ എന്ന് എഴുതാം. സെറ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റിന്റെ എഴുതാം 1x1 പ്ലസ് 5x2. സബ്ജക്ട് ടു കൺസ്ട്രെയിൻസ് എങ്ങനെയാ? 2x1 പ്ലസ് 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് 6x1 പ്ലസ് 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30. മൂന്നാമതൊരു മെഷീൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എടുത്ത് എഴുതണം. അതുപോലെ ഇവിടെ മൂന്നാമത് ചെയറും ടേബിളും കട്ടിലും ഉണ്ടാക്കേണ്ടത് എഴുതാം. കോട്ട്, അപ്പം നമ്മൾ അതിന് x3 എന്ന് കൊടുക്കും. കട്ടിലെ കോട്ട് എന്ന് പറഞ്ഞാൽ കട്ടില് x3 എന്ന് കൊടുത്തു. ആ x3 നമ്മളിവിടെ കാണിക്കണം. x3യിൽ നിന്ന് എന്ത് ലാഭമുണ്ട്? 3 ആണെങ്കിൽ 3 പ്ലസ് 3x3 എന്ന് കാണിക്കും. 2 എണ്ണം ഇല്ലെങ്കിൽ 2 എണ്ണം മാത്രം. ഇനി ഉള്ളത് നോൺ നെഗറ്റിവിറ്റി ഫംഗ്ഷൻ, അതായത് നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആണെന്ന് പറയാനായിട്ട്. ഏതൊക്കെയുള്ളത്? നമുക്ക് അൺനോൺ വാരിയബിൾസ് x1ഉം x2ഉം. x1, x2 they are greater than or equal to 0. ഇത് 0യേക്കാൾ വലുതോ ആയിരിക്കണം. കഴിഞ്ഞു. ഇത് എഴുതാനാണ് ഇതൊക്കെ ചെയ്തത്. പ്രോബ്ലം വലിയൊരു പ്രോബ്ലം, ആൾക്കാരെ ഭയപ്പെടുത്തുന്ന ഒരു പ്രോബ്ലം, പക്ഷേ ചെയ്തു വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാലുള്ള മാച്ച് ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടും. ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് എന്ന് എഴുതാം. ഇവിടുത്തെ സംഖ്യ x1 പ്ലസ് ഇവിടുത്തെ സംഖ്യ x2. കഴിഞ്ഞത്. ഇനി സബ്ജക്ട് ടു കൺസ്ട്രെയിൻസ് മെഷീനെ 2x1 പ്ലസ് 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 16. മെഷീൻ ബി അതിൻ്റെ അടുത്ത് എഴുതി. മെഷീൻ സി ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് എഴുതി. അതും കഴിഞ്ഞു. അവസാനം എഴുതാം ഏതൊക്കെ വാരിയബിളുകളുണ്ട്. x1 ഉണ്ട്, x2 ഉണ്ട്, x3 ഉണ്ട്, x4 ഉണ്ട്. അതൊക്കെ എടുത്ത് എഴുതിയിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതൊരിക്കലും 0ന്റെ താഴെ പോവാൻ പാടില്ല എന്നാണ് ഇതിലൂടെ കാണിച്ചത്. കഴിഞ്ഞു. ഓക്കെ, ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്തിയാൽ പോരെ? ഒരു പ്രോബ്ലം കൂടി ഒന്ന് ചെയ്യാം. ഇത് കുറച്ചുണ്ട്, എന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ള കാരണേ അത് മനസ്സിലാവും. ശ്രദ്ധിക്കും. ഈ പ്രോബ്ലം കുറച്ച് വലുതാണെന്നേ ഉള്ളൂ. ഇതിൻ്റെ സൊല്യൂഷൻ വളരെ സിമ്പിളാണ്. ഞാൻ വായിക്കണു. ദ മാനേജർ ഓഫ് എൻ ഓയിൽ refinery must decide on the optimum mix of 2 possible blending process of which the inputs and outputs production are given below. ഒരു ഓയിൽ റിഫൈനറി എന്ന് കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ക്രൂഡ് ആയിട്ടുള്ള ക്രൂഡ് ഓയിലുകളൊക്കെയാണ് കിട്ടാം. ആ ക്രൂഡ് ഓയിലിൽ നിന്നും പല സാധനങ്ങൾ ഉണ്ടാക്കുന്നു. പെട്രോൾ ഉണ്ടാക്കുന്നു, ഗ്യാസലിൻ ഉണ്ടാക്കുന്നു, കെറോസിൻ മണ്ണെണ്ണ ഉണ്ടാക്കുന്നു. അതുപോലെ ഈ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇതൊക്കെ ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഗ്രീസ് ഉണ്ടാക്കുന്നത് അതിൽ നിന്നാണ്. റോഡ് ഉണ്ടാക്കുന്ന ടാർ ഉണ്ടാക്കുന്നത് അതിൽ നിന്നാണ്. ഇതൊക്കെ ഈ ക്രൂഡായിട്ടുള്ള ഈ ഓയിൽ റിഫൈനറീസിൽ ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുത്ത് കൊണ്ടുവരുന്ന ഈ പ്രോഡക്റ്റിൽ നിന്നാണ് പലതരം പ്രോഡക്റ്റുകളായിട്ട് മാറ്റുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രോസസ്സിങ് ഉണ്ട്. ആ പ്രോസസ്സിങ് അതാണ് പറയുന്നത്. ദ മാനേജർ ഓഫ് എൻ ഓയിൽ റിഫൈനറി മസ്റ്റ് ഡിസൈഡ് ഓൺ ദ ഓപ്റ്റിമം മിക്സ് ഓഫ് 2 പോസിബിൾ ബ്ലെൻഡിങ് പ്രോസസ്. 2 തരത്തിലുള്ള ബ്ലെൻഡിങ് പ്രോസസ്സാണുള്ളത്.
ബ്ലെൻഡ് ചെയ്യുക, പലതും കൂട്ടിച്ചേർത്തിട്ടാണ് പുതിയതൊരെണ്ണം ഉണ്ടാക്കുന്നത്. അങ്ങനെ രണ്ട് തരത്തിലുള്ള ബ്ലെൻഡിങ് പ്രോസസ് ഉണ്ട്. ഓഫ് വിച്ച് ദ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ ആർ ഗിവൺ ബിലോ. താഴെ തന്നിട്ടുണ്ട്, ഇൻപുട്സും ഔട്ട്പുട്സും താഴെ തന്നിട്ടുണ്ട് കേട്ടല്ലോ. അത് നമുക്ക് പിന്നെ വായിക്കാം. The maximum amount available for crude A and crude B are 250 units and 200 units respectively. Crude A കിട്ടുന്ന റോ മെറ്റീരിയലിനെ പറഞ്ഞു. ക്രൂഡ് എ 250 യൂണിറ്റ്സ് ആണ് മാക്സിമം കിട്ടുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് കിട്ടില്ല. കേട്ടല്ലോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 250 ആണിത്. അത് മെഷീൻ ബിക്ക് ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, മെഷീൻ ബി അല്ല, എന്താണ്, ക്രൂഡ് ബിക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200 യൂണിറ്റ്സ് ആണ് അതിൻ്റെ താഴെയുള്ളൂ, ലഭ്യമുള്ളൂ. മാക്സിമം എമൗണ്ട് കിട്ടാവുന്നത് ആ റിഗിൽ നിന്നും ആ ഓയിൽ വെല്ലിൽ നിന്നും കിട്ടുന്ന മാക്സിമം ആണ് ഈ പറഞ്ഞത്. മാർക്കറ്റ് ഡിമാൻഡ് ഷോസ് ദാറ്റ് അറ്റ്ലീസ്റ്റ് 150 യൂണിറ്റ്സ് ഓഫ് ഗാസോലിൻ എ ആൻഡ് 130 യൂണിറ്റ്സ് ഓഫ് ഗാസോലിൻ ബി മസ്റ്റ് ബി പ്രൊഡ്യൂസ്ഡ്. മാർക്കറ്റിൽ ഡിമാൻഡ് എന്താണെന്നറിയാം. ഏറ്റവും കുറഞ്ഞത് 150 യൂണിറ്റ് ഗാസോലിൻ എ കിട്ടണം, അതുപോലെ തന്നെ 130 യൂണിറ്റ് ഗാസോലിൻ ബി കിട്ടണം. അതിനേക്കാൾ കുറയാൻ പാടില്ല. അതിൻ്റെ ഡിമാൻഡ് അതാ. ആ കസ്റ്റമർ വേറെ കടയിലേക്ക് പോകും, അപ്പുറത്തെ വേറെ റിഫൈനറിക്ക് പോകും. അതുകൊണ്ട് അവർക്ക് ആ ഓരോ ദിവസവും 150 യൂണിറ്റ് ഗാസോലിൻ എയും 130 യൂണിറ്റ് ഗാസോലിൻ ബിയും കിട്ടിയിരിക്കണം. അവിടെ എന്താണെന്നറിയാം, ഇവിടെ എന്താ, ലെസ് ദാൻ അല്ല, ഗ്രേറ്റർ ദാൻ ആണ്. ഏറ്റവും കുറഞ്ഞത് 150, അതിൽ കൂടുതൽ എത്ര വരെ വേണമെങ്കിലും അവരെടുക്കാൻ തയ്യാറാ. 150 കുറയാൻ പാടില്ല. അപ്പൊ എന്താ ഇവിടെ എഴുതാ, ഗ്രേറ്റർ ദാൻ 150 യൂണിറ്റ്സ്. എത്ര വേണമെങ്കിൽ കൂടിക്കോട്ടെ, അതിലൊരു കുഴപ്പമില്ല, കുറയാൻ പാടില്ല. ഏറ്റവും കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് 150 ആയിരിക്കണം. ഗാസോലിൻ എയുടെ ഉൽപാദനം, ഗാസോലിൻ ബിയുടെ ഉൽപാദനം 130 യൂണിറ്റ്സും ആയിരിക്കണം. ദ പ്രോഫിറ്റ് പെർ പ്രൊഡക്ഷൻ റൺ ഫോർ പ്രോസസ് 1 ആൻഡ് പ്രോസസ് 2 ആർ 4 and 5 rupees റെസ്പെക്റ്റീവ്ലി. ഒന്നാമത്തെ പ്രോസസ്സിൽ നിന്നും കിട്ടുന്നത് 2 രൂപയാണ്, 4 രൂപയാണ്. രണ്ടാമത്തെ പ്രോസസ്സിൽ നിന്നും കിട്ടുന്നത് 5 രൂപയാണ്. ഫോർമുലേറ്റ് ദ പ്രോബ്ലം ഓഫ് മാക്സിമം പ്രോഫിറ്റ്. ഇതിൽ നിന്ന് നമ്മൾ മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നവരെ ഉണ്ടാക്കണം. നമുക്കിവിടെ ഒരു ടേബിൾ അവർ തന്നിട്ടുണ്ട്. പ്രോസസ്സ് 1, 2. ഇവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിലാണ് നമുക്ക് ഈ കിട്ടുന്നത്. ആ ക്രൂഡ് ഓയിലിൻ്റെ തന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രോസസ്സിൽ 6, രണ്ടാമത്തെ പ്രോസസ്സിൽ 5 ക്രൂഡ് എ. ക്രൂഡ് ബി എങ്ങനെ, ആദ്യത്തെ പ്രോസസ്സിൽ 4, രണ്ടാമത്തെ പ്രോസസ്സിൽ 6. ഇനി അതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് വരുന്ന ഗാസോലിൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് പ്രോസസ്സിൽ നിന്ന് 6 കിട്ടുന്നു, സെക്കൻഡ് പ്രോസസ്സിൽ നിന്ന് 5 ആണ് കിട്ടുന്നത്. ഗാസോലിൻ ബി ഫസ്റ്റ് പ്രോസസ്സിൽ നിന്ന് 9 ആണ്, സെക്കൻഡ് പ്രോസസ്സിൽ നിന്ന് 5 ആണ്. ഈ ടേബിള്, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ടേബിള്. ഈ ടേബിൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് എന്തിനെയാണ് ഇവിടെ എന്താ പ്രോഫിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്തിൻ്റെ പ്രോസസ്സാണ്? പ്രോസസ്സിന്റെ പ്രോഫിറ്റ്. ഇത് അവിടെ എഴുതിയേക്കുന്നു, ദ പ്രോഫിറ്റ് പെർ പ്രൊഡക്ഷൻ റൺ ഫോർ പ്രോസസ് 1 ആൻഡ് പ്രോസസ് 2. പ്രോസസ് 1, പ്രോസസ് 2 ഒരിക്കലും താഴെ കാണിക്കരുത്. ആ പ്രോസസ് 1 ഇവിടെയും പ്രോസസ് 2 ഇപ്പുറത്താണ്. ഞാനത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ ചെയറിൻ്റെയും ടേബിളിൻ്റെയും പ്രോഫിറ്റ് ആണ്. അത് മുകളിൽ എഴുതിയിരിക്കണം. അതുകൊണ്ട് ഇവിടെ പ്രോസസ് 1 മുകളിലും പ്രോസസ് 2 മുകളിൽ കാണിക്കണം. ഈ ക്രൂഡ് എ, ക്രൂഡ് ബി, ഗാസോലിൻ എ, ഗാസോലിൻ ബി അതൊക്കെ താഴെ കാണിച്ചിട്ട് ഈ ടേബിൾ തന്നെ മാറ്റിയിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പോൾ അതാ ഞാൻ ആ ടേബിൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. ഞാൻ എന്താ പറഞ്ഞത്, പ്രോസസ്സ് മുകളിലേക്ക് മാറ്റി, എന്നിട്ട് പ്രോസസ് 1 അതിന് x1 എന്ന് കൊടുത്തു. അതിൻ്റെ എന്തുമാത്രം ഔട്ട്പുട്ട് ഉണ്ടാക്കണം നമ്മൾ. ഇതാണ് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദ യൂണിറ്റ് പർച്ചേസ്, ദ യൂണിറ്റ് സോൾഡ്, ദ യൂണിറ്റ് പ്രൊഡ്യൂസ്. അതാണ് ഇവിടെ ഈ കാണിക്കുന്നത്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കണം. അതാണ് വാരിയബിൾ. അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രോസസ് 1 x1 ആണ്, പ്രോസസ് 2 x2 ആണ്. ഓക്കെ, ഇനി താഴേക്ക് നമ്മൾ എഴുതി ക്രൂഡ് എ, ക്രൂഡ് ബി, ക്രൂഡ് ഗാസോലിൻ എ, ഗാസോലിൻ ബി പ്രോഫിറ്റ്. ഇവിടെ നമുക്കിവിടെ എഴുതാം. നോക്കൂ, ഇതിൻ്റെ ഓരോന്നിൻ്റെയും തന്നിട്ടുണ്ട്. ക്രൂഡ് എയുടെ പ്രോസസ് 1-ല്, ക്രൂഡ് എയുടെ പ്രോസസ് 1-ല് 6. ഇങ്ങനെയാണ് പോണത്. ഈ പോണത് ഇങ്ങനെ പോണത് താഴേക്ക് എഴുതണം. 6, 4, 6, 9. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്, അടുത്തത് 5, 6, 5, 5. ഇനി
ആദ്യത്തേതിൻ്റെയും രണ്ടാമത്തേതിൻ്റെയും പ്രോഫിറ്റ് അത് താഴെ എഴുതുന്നു. പ്രോസസ് 1-ൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് 4 ആണ്, 2-ൽ നിന്നും കിട്ടുന്നത് 5 ആണ്. അതും എഴുതി. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതാ നോക്കൂ, എന്താണ് ദ മാക്സിമം എമൗണ്ട് അവൈലബിൾ ഫോർ ക്രൂഡ് എ ആൻഡ് ബി. ക്രൂഡ് എക്ക് കിട്ടുന്നത് മാക്സിമം കിട്ടുന്നത് 250 ആണ്. 250-ൽ കൂടുതൽ കിട്ടില്ല, ഉൽപ്പാദിപ്പിക്കാൻ കണക്ട് ചെയ്യുന്ന കിട്ടില്ല. അപ്പം 250 വരെ വരുള്ളൂ. ലെസ് ദാൻ 250 ഒരു ദിവസം കിട്ടുള്ളൂ. അപ്പൊ ക്രൂഡ് എയുടെ ഞാൻ ഇവിടെ എഴുതി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 250. ഇനി ക്രൂഡ് ബിയുടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ക്രൂഡ് ബിയുടെ 200 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200, അതും എഴുതി. ഇനി ഗ്യാസലിന്റെ ഡിമാൻഡ് ആണ് പറയുന്നത്. ഗ്യാസലിന്റെ ഡിമാൻഡ് അറ്റ്ലീസ്റ്റ് 150. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 150. അതിന്റെ മുകളിൽ എത്ര വേണമെങ്കിൽ ആയിക്കോട്ടെ, 150-ൽ താഴാൻ പാടില്ല. അപ്പൊ എന്താ പറയാ അവിടെ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 150. 150-നേക്കാൾ എത്ര കൂടിക്കോട്ടെ, അതിൽ കുഴപ്പമില്ല, 150-ൽ കുറയാൻ പാടില്ല. അതുപോലെ ഗ്യാസലിൻ ബിക്ക് എത്രയാണ്? 130-ൽ കുറയാൻ പാടില്ല. അതിനേക്കാൾ എത്ര കൂടിക്കോട്ടെ അതൊക്കെ അവർ വാങ്ങാൻ തയ്യാറാണ്. കഴിഞ്ഞു. ഇനി നമ്മൾ വെറുതെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാക്കുന്നു. ഇതാ നോക്കൂ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി എളുപ്പമാണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യം എന്താ പറഞ്ഞത്? ഇത് മാക്സിമൈസേഷൻ ആ പ്രോഫിറ്റ് ആണ്. അപ്പൊ നമ്മൾ എഴുതി ഇവിടെ മാക്സിമൈസ് എന്ന് എഴുതിയിട്ട് സെറ്റ് ഈസ് ഈക്വൽ ടു ഈ പ്രോഫിറ്റ് എഴുതാം. ഇതിന് എത്രയാ? 4x1 പ്ലസ് 5x2. 4x1 പ്ലസ് 5x2 കഴിഞ്ഞു. ഒന്നാമത്തേത് കഴിഞ്ഞു. രണ്ടാമത്തേത് സബ്ജക്റ്റ് ടു. സബ്ജക്റ്റ് ടു എന്ന് പറഞ്ഞാൽ എന്താ? കൺസ്ട്രെയിൻസ് ആണ്. സബ്ജക്റ്റ് ടു രണ്ട് കുത്തെടുത്തു. ആദ്യത്തേതിന് നമ്മൾ എഴുതാണ് കേട്ടോ. ആദ്യത്തേതിന് എത്രയാണ്? 6x1 പ്ലസ് 5x2. ഞാൻ ഇവിടെ എഴുതട്ടെ. 6x1 പ്ലസ് 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 250. ഇനീക്വാലിറ്റി. രണ്ടാമത്തേത് എഴുതാണ് 4x1 പ്ലസ് 6x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200. മൂന്നാമത്തേത് 4 വരെ ഉണ്ട്. ഇതൊക്കെ സപ്പോർട്ടീവ് ആയിട്ടുള്ളതാണ് കേട്ടല്ലോ. ഇതാണ് മെയിൻ, ഇതാണ് സപ്പോർട്ടീവ്. അവസാനത്തേത് എന്താണെന്നാ പറഞ്ഞ? നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ, നോൺ നെഗറ്റിവിറ്റി എന്ന് പറയുക. ഇനി മൂന്നാമത്തേത് എഴുതുന്നു 6x1 പ്ലസ് 5x2. അവിടെ ലെസ് ദാൻ അല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 150. നാലാമത്തേത് 9x1 പ്ലസ് 5x2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 130. രണ്ടാമത്തേതും കഴിഞ്ഞു. അതായത് കൺസ്ട്രെയിൻസ് അത് എഴുതി കഴിഞ്ഞു. അവസാനത്തേതാണ് നോൺ നെഗറ്റിവിറ്റി. നമ്മൾ എഴുതുന്നു. ഏതൊക്കെ ഇതുള്ളത്? വേരിയബിൾ x1 x2 ഉണ്ട്. x1, x2 they are greater than or equal to 0. നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് ഇത് വരച്ചു കഴിഞ്ഞാൽ, അല്ല ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രോബ്ലം വളരെ സിമ്പിളാണ്. ടേബിളിലൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിക്ക് ഈ ടേബിളില്ലാതെ വെറുതെ ഈ ഇതിൽ നോക്കിയിട്ട് ഇങ്ങനെ ഇത് എഴുതാൻ അറിയും. എനിക്ക് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അറിയണമെന്നില്ല. നിങ്ങൾ പഠിക്കേണ്ട, കാരണം ഞാനും തുടക്കത്തിൽ ഇതിങ്ങനെയൊക്കെ ഇത് വരച്ചുകൊണ്ടാണ് പഠിച്ചിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ തുടക്കത്തിലെങ്കിലും ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് ചെയ്യായാൽ പെട്ടെന്ന് അതിൽ നിന്നും നോക്കി ആദ്യം തന്നെ പ്രോഫിറ്റിന്റെ, അതാണ് മാക്സിമൈസേഷന്റെ കേട്ടല്ലോ. സെറ്റ് ഈസ് ഈക്വൽ ടു 4x1 പ്ലസ് 5x2. അത് കഴിഞ്ഞ് സബ്ജക്റ്റ് ടു. ഇനി എല്ലാത്തിൻ്റെ ഇവിടെയൊക്കെ x1 എഴുതാം, ഇവിടെയൊക്കെ x2 എഴുതാം. ഇവിടെ ഉള്ളത് ഇങ്ങോട്ട് കോപ്പി ചെയ്ത് വയ്ക്കുന്നു. അവസാനം നമ്മൾ നോൺ നെഗറ്റിവിറ്റി എഴുതി. ഏതൊക്കെ വേരിയബിളുള്ളത്? x1 x2. x1 x2 0 0 വലുത് ആണ്. കഴിഞ്ഞ പ്രോബ്ലം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇതിൽ 2-3 പ്രോബ്ലം കൂടി ചെയ്യണം. അത് നമ്മൾ നാളെ കാണുന്നതാണ്. ഓക്കെ.